ഓക്കെ. അപ്പോ കോസറിന്റെ അഭിപ്രായത്തില് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാക്കിയിട്ടാണ് പറയുന്നത്. ഒന്ന് എന്താണ്, എക്സ്പ്ലോയിറ്റഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണും ഇന്റേണൽ ഗ്രൂപ്പുകളും തമ്മിൽ ഒരു സൊസൈറ്റിയിലെ ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം. അത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഗുഡ് സൊസൈറ്റിയെ വിഭാവനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കോസറിന്റെ അഭിപ്രായം. ഡിഫറെന്റ് സോഷ്യൽ സെറ്റിംഗ് ആൻഡ് ഡെവലപ്പിന്റെ കോൺഫ്ലിക്റ്റ്, അത് ഡിഫറെന്റ് സോഷ്യൽ സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓൾറെഡി അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ള അത് അഭിപ്രായമാണ് ആർക്കുള്ളത്, കോസറിനുള്ളത്. ഫോളോയിങ് ദ ഫങ്ഷണൽ സ്കൂൾ ടൈംസ് കോസർ ഐഡന്റിഫൈഡ് ദ ഫങ്ഷണൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഇന്റേണൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ വിഭാവന ഉണ്ടായിരിക്കണം ഒരു സൊസൈറ്റിയിൽ എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ബിറ്റ്വീൻ ദ ഇൻആഡ്വക്കേറ്റ് പൊട്ടൻഷ്യലി എക്കണോമിക് ലോസ് എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് ലൈക്ക് ഗ്രൂപ്പ് ഡ്രോ മോർ ക്ലിയർലി ഡിഫൈൻഡ് ബൗണ്ടറീസ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ബൗണ്ടറീസ് നമുക്ക് ഏതില് ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള അഭിപ്രായമാണ് ആർക്കുള്ളത്, കോസറിനുള്ളത്. ഇതിന്റെ ഈ രണ്ട് തിയറീസിൽ നിന്നും ഇത്രയുമാണ് ഏതിൽ വരുന്നത്, ക്ലാസിക്കൽ തിയറീസിൽ വരുന്നത്. നെക്സ്റ്റ് ഈ ക്ലാസിക്കൽ തിയറീസിൽ നമ്മൾ തിങ്കേഴ്സും അവരുടെ തിയറീസും ആണ് നോക്കിയത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ആണ്, കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സിലെ രണ്ടാമത്തെ പോയിന്റ് ആണ്. ഫസ്റ്റ് ക്ലാസിക്കൽ തിയറി ആയിരുന്നു, ക്ലാസിക്കൽ തിയറിയിൽ ഇതായിരുന്നു പഠിച്ചത്. രണ്ടാമത്തെ പോയിന്റ് ആണ്. ഫസ്റ്റ് വൺ ഏതാ, ക്ലാസിക്കൽ തിയറി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് modern conflict school. മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂൾസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ ഒരു പ്രധാന തിങ്കർ ആണ് റാൽഫ് ആണ് ഇതിലെ പ്രധാന തിങ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതായിരുന്നു കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിന്റെ ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ദാറ്റ്സ് കമ്മിങ് ഫ്രം ജർമ്മനി. അദ്ദേഹം എവിടെയാണ്, ജർമ്മനിയിലായിരുന്നു. ജർമേനിയൻ ആണ് റാൽഫ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ദ ഒപ്പീനിയൻ ദാറ്റ് നേതർ മാർക്സിസം നോട്ട് സ്ട്രക്ചർ ഓഫ് ഫംഗ്ഷൻ. മാർക്സിസം എന്ന് പറയുന്നത് എന്താണ്, നോട്ട് സ്ട്രക്ചർ ഓഫ് ഫംഗ്ഷനലിസം വാസ് ആഡിക്വേറ്റ് എക്സ്പ്ലെയിൻ മോഡേണിനെ കുറിച്ചിട്ട് മാർക്സിസം പറയുന്നത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, അതായത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിക്കാണ് ആര് പറയുന്നത്, മാർക്സിസം. ദ ഫെയിലർ ഓഫ് മാർക്സിയൻ ലൈസിന് ഇൻഎബിലിറ്റി, അതിന്റെ ഫെയിലർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഎബിലിറ്റി ടു റെക്കഗ്നൈസ് ദ പവർ ഓഫ് കോൺസെൻസ് ആൻഡ് ഇന്റഗ്രേഷൻസ് ഇൻ എ കണ്ടംപററി ഡെമോക്രസീസ്. ക്യാപിറ്റലിസത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു പെർമനന്റ് പവർ എന്ന് പറയുന്നത് ചില ഇതിൽ ഉണ്ടായിരിക്കും എന്നുള്ള തോട്ടാണ് ഇതിനുള്ളത്. മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂളർ റാൽഫിന്റെ അഭിപ്രായത്തെ പറയുന്നത്. മാർക്സിയം കനോട്ട് ഡിസ്ട്രിബ്യൂട്ട് തിയറി കോൺട്രഡിക്ഷൻ വിത്ത് പർപ്പസിങ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ. ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിന് കൂടി ആര് വിഭാവനം ചെയ്യുന്നുണ്ട്, മോഡേൺ ക്ലാസിക്കൽ തിയറീസ് വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതില് സൊസൈറ്റി എന്ന് പറയുന്നത് Society leads to modern democracy with both integrative and conflicted forces of side by side. Society എന്ന് പറയുന്നത് കോൺഫ്ലിക്ച്വൽ ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കണം ഓരോ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂൾസിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിന് ഓണർഷിപ്പ് എവിടെയാണ് വരുന്നത്, ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഹാസ് ബീൻ ലാർജ്ലി മിറ്റിഗേറ്റഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. അതായത് ഒരു കമ്പനീസ് ഇതില് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ഉണ്ടായിരിക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എന്ന് പറയുമ്പോൾ. അപ്പം മാർക്സിന്റെ അഭിപ്രായത്തിൽ മാർക്സിയൻസിൽ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം കൊണ്ട് അതിൽ നിന്ന് ഒരു നോൺ സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു തിയറിയാണ് ഏത് വരുന്നത്, മോഡേൺ കോൺഫ്ലിക്റ്റിൽ വരുന്നത്. അതില് പിന്നെ ഇതിൽ ഒരു സൊസൈറ്റിയിൽ രണ്ട് ക്ലാസ് എന്ന് പറയുന്നത് ഒന്ന് കമാൻഡിങ് ക്ലാസ്, അതായത് കമാൻഡ് ക്ലാസ്സും മറ്റേത് ഒബേ ക്ലാസ്സും ആയിട്ടാണ് ഏത് ഇതിൽ ഉണ്ടാവുക, മോഡേൺ ക്ലാസിക്കലി സൊസൈറ്റി എന്ന് പറയുന്നത്. വിവർ കൺസേൺഡ് ദ പവർ ഈസ് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ സൊസൈറ്റി ദ മാനർ in which it was applied that some like concept of a class democratic category of strategic ഒരു ഡെമോക്രാറ്റിക് ഇതില് ക്ലാസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് എക്കണോമിക് ക്ലാസ് ആണെന്നും കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ക്ലാസ്സിൽ നിന്ന് എടുത്തതില് സൊസൈറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്യാണ് ചെയ്യുന്നത് ഏത് മോഡേൺ ക്ലാസിക്കൽ ഇതിന്റെ അഭിപ്രായത്തില്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എലൈറ്റ് തിയറിയാണ്.
എലൈറ്റ് തിയറി എന്ന് പറയുന്ന ഇതിലുള്ള സ്കോളേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് ലെൻസ്കി ആൻഡ് ഡെഹ്റൻടോഫ് ആണ്. ഡെഹ്റൻടോഫിന്റെ അഭിപ്രായത്തിൽ also brought the concept of elite in explain social class consequently conflict in a society. സോഷ്യൽ ക്ലാസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിലെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടാണ് ഇത് എലൈറ്റ് തിയറീസ് പറയുന്നത്. The genesis of elite theory attributed Pareto, economist, political scientist, കുറച്ച് ആൾക്കാരാണ്. അക്കാഡമിക് ലൈഫ് ഫ്ലറിഷ്ഡ്. ഫ്ലോറൻസ് വാസ് ക്ലാസിക്കൽ ഹു ബിലീവ്ഡ് സൊസൈറ്റി ഇൻ എ സോഷ്യൽ സിസ്റ്റം whose natural state was on a equilibrium. ഒരു സോഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൊസൈറ്റിയും സോഷ്യൽ സിസ്റ്റവും ഒരു ഈക്വിലിബ്രിയം, അതായത് സെയിം ആയിട്ട് പോകുന്നതാണ്. ഇത് സൊസൈറ്റിയും സോഷ്യൽ സിസ്റ്റവും എന്ന് പറയുന്നത് സൊസൈറ്റിയും സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എലൈറ്റ് തിയറിന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഒരു ഈക്വിലിബ്രിയം ആയിട്ടാണ് എന്ത് പോകുന്നത്? സൊസൈറ്റി ആൻഡ് സൊസൈറ്റി എലൈറ്റ് തിയറിസ്റ്റ്, അതായത് സൊസൈറ്റിയും സോഷ്യൽ സിസ്റ്റവും ഒരു ഈക്വിലിബ്രിയം ആയിട്ടാണ് ഇതിനെ ഫോളോഡ്. ആഡം സ്മിത്തിനെ ഫോളോ ചെയ്യുന്നതാണ് ഇത് എലൈറ്റ് തിയറിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇൻ അഡ്വക്കേറ്റ് ലിബറൽ ഡോക്ട്രിൻ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അഡ്വേഷൻ ഓഫ് കൺട്രോൾ ഈസ് ഓഫ് പവർ ദ മാനിഫെസ്റ്റേഷൻ കറപ്ഷൻ. അതിന്റെ നല്ലത് ആഡം സ്മിത്ത് മോഡലിന്റെ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. ഇവിടെ എലൈറ്റ് തിയറീസിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ഡിഫറൻഷിയേഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ, നാച്ചുറൽ കോസസ്, അൺഈക്വൽ കേപ്പബിലിറ്റീസ്, ഏജ്, സെക്സ്, ഫിസിക്കൽ സ്ട്രെങ്ത്, അങ്ങനെയുള്ള ഒരു അൺഈക്വൽ ഇത് ഡിസ്ക്രിമിനേഷൻ ഏതിലുള്ള എലൈറ്റ് തിയറീസിന്റെ അഭിപ്രായത്തിലുണ്ട്. Therefore, resultant conflict, contradiction, strikes were inevitable and നേച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതിൽ നടക്കുന്നത്? അപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് ഏതിനുള്ളത്? എലൈറ്റ് തിയറീസിനുള്ളത്. ഈ ഡിഡന്റ് നോട്ട് ക്വസ്റ്റൻ എക്കണോമിക് ഓർഗനൈസേഷൻ, അതായത് എക്കണോമിക്കിന്റെ ബേസിൽ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളുമാണ് ഇത് എലൈറ്റ് തിയറീസിന്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ അതിലുള്ള ഒരു എലൈറ്റിസ്റ്റ് ആയിരുന്നു ജോൺ സ്കോട്ട്. The classical elite theory meaningless in terming too inclusive ആയിട്ടുള്ള. Thus when we are talking broad category ഡാൻഡ്രഫിന്റെയും സ്കോട്ടിന്റെയും എലൈറ്റ് തിയറി എന്ന് പറയുന്നത് എന്താണ്? സെയിം ഡെഫിനിഷൻ എന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് എലൈറ്റ് തിയറിയില്. പിന്നെ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺഫ്ലിക്റ്റ് തിയറീസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. കോൺഫ്ലിക്റ്റ് തിയറീസില് സൊസൈറ്റിയിൽ പവർ ഇസ് നോട്ട് എ കൺസേൺഡ് സ്പെസിഫിക് ഏജന്റ് സ്ട്രാറ്റ ബട്ട് ഈസ് എ ഡിഫ്യൂസ്ഡ് ഓൾ ആസ്പെക്ട്. ഇതില് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എലൈറ്റ് തിയറി കഴിഞ്ഞാൽ ലാസ്റ്റ് വൺ റീസെന്റ് ട്രെൻഡ്സ് ഇൻ കോൺഫ്ലിക്റ്റ്. റീസെന്റ് ട്രെൻഡ്സിന് ക്ലാസിക്കൽ തിയറി. റീസെന്റ് ട്രെൻഡ്സിന് ക്ലാസിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്റ്റ് തിയറീസ്, റീസെന്റ് ട്രെൻഡ്സിന്റെ കോൺഫ്ലിക്റ്റ് തിയറീസ്. ഇതില് പിന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? പിന്നെ ദ പവർ ഈസ് നോട്ട് കോൺസെൻട്രേറ്റ് ഇൻ സ്പെസിഫിക് ഏജന്റ്. ഒരു സ്പെസിഫിക് ഏജന്റിലായിരിക്കാൻ പാടില്ല എന്ത് പവർ എന്ന് പറയുന്നത്. ടു ഡിഫ്യൂസ് ഫോർ ഓൾ ആസ്പെക്ട്സ്, അതായത് സൊസൈറ്റിയിൽ മൊത്തത്തിൽ ആസ്പെക്ട്സിനും ആയിരിക്കണം സൊസൈറ്റിയിൽ എന്തെന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. പവർ നീഡ് ടു ബി ഓൾവേസ് ഡിസ്ട്രക്റ്റീവ്, അത് എപ്പോഴും എന്തായിരിക്കും? ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ബട്ട് ക്യാൻ ബി ആസ്പെക്ട് ഓഫ് കളക്റ്റീവ് എഫേർട്ട്. നമ്മൾ അതിന് എന്ത് ചെയ്യണം? കളക്റ്റീവ് എഫേർട്ട് എടുത്തിട്ട് ടുവേർഡ്സ് ഇംപ്രൂവ് ദ പ്രൊഡക്ഷൻസ്. ഇങ്ങനെയുള്ള ഇതിൽ നമ്മൾ അത് തന്നെ ഇംപ്രൂവ് ചെയ്യണം. ഇതിന് ഏത് പ്രൊഡക്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യണം. ഫോക്കൾട്ട് യൂസ്ഡ് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റലി പവർ to describe power the diffuse can be used in any situation and anyone. അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത്? റീസെന്റ് ട്രെൻഡ്സ് ഇൻ കോൺഫ്ലിക്റ്റിൽ പവർ എന്ത് ചെയ്യണം? ഒരു കൈകളിൽ മാത്രമല്ല ഒരു സൊസൈറ്റിയിൽ എന്ത് ചെയ്യണം? അത് പവർ ഇസ് നോട്ട് കൺസേൺഡ് സ്പെസിഫിക് ഏജന്റ്. പിന്നെ ബട്ട് ഇഫ് യൂസ്ഡ് ഓൾ എൻ ആസ്പെക്ട്, എന്നിട്ട് എല്ലാ കാര്യത്തിലും സൊസൈറ്റിയിലെ മറ്റുള്ള എല്ലാവർക്കും കൊടുത്തതായാല് അത് ഡിഫ്യൂസ് ചെയ്യാനുള്ള ഇതുണ്ട് എന്നുള്ളതാണ് റീസെന്റ് ട്രെൻഡ്സിലെ കോൺഫ്ലിക്റ്റ് തിയറീസിന്റെ ഇതെന്ന് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട റീസെന്റ് തിയറിസ്റ്റ് ആണ് ആര്? ജോൺ സ്കോട്ട് എന്ന് പറയുന്ന വ്യക്തി. ജോൺ സ്കോട്ട് ഇറ്റ് എക്സ്പ്ലെയിൻ പവർ ബി ബ്രോഡ്ലി അണ്ടർസ്റ്റാൻഡ് having two kinds of influence, corrective influence
കറക്റ്റീവ് ഇൻഫ്ലുവൻസ് ദ ഓപ്പറേറ്റ് ത്രോ പണിഷ്മെന്റ് റിവാർഡ്സ് ആൻഡ് പെർസ്യൂവിൻ. രണ്ട് തരത്തിലാണ് ഒരു സൊസൈറ്റിയിലെ പവർ എന്ന് പറയേണ്ടത് നിലനിൽക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് ജോൺ സ്കോട്ടിന് ഉണ്ടായിരുന്നത്. അത് എന്തൊക്കെയായിരുന്നു? കറക്റ്റീവ് ഇൻഫ്ലുവൻസും collective influence and pervasive influence operated through arguments. രണ്ടായിട്ടും കളക്റ്റീവും pervasive influence ആണ്. രണ്ടായിട്ടുള്ള appeal reasoning. The former can divide into two types: use of force, manipulation, and the second type is two from significant of legitimations. Okay. അപ്പോൾ ജോൺ സ്കോട്ടിന്റെ അഭിപ്രായത്തിൽ പവർ എന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ടു ടൈപ്സ് ആണുള്ളത്. ഒന്ന് കറക്റ്റീവ് ഇൻഫ്ലുവൻസ്, മറ്റൊന്ന് പെർസീവ് ഇൻഫ്ലുവൻസ്. കറക്റ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ത്രോ പണിഷ്മെന്റ് ആൻഡ് റിവാർഡ്സ് ആണ്. പെർസീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ത്രോ ആർഗ്യുമെന്റ്. അതാണ് രണ്ടായിട്ട് അപ്പീൽ റീസണിങ് എന്ന് പറയുന്നത്. ഫോമർ ക്യാൻ ഡിവൈഡഡ് ഇൻ ടു ടൈപ്പ്: യൂസ് ഓഫ് മാനിപ്പുലേഷൻസ് ആൻഡ് ടൈപ്പ് ടൂൾസ് ഫോംസ് സിഗ്നിഫിക്കേഷൻ ആൻഡ് ലെജിമിറ്റേഷൻ എന്ന തരത്തിലുമാണ്. രണ്ട് ടൈപ്പിലാണ് ഉള്ളത് എന്നാണ് ജോൺ സ്കോട്ടിന്റെ സൊസൈറ്റി എന്ന് പറയുന്നത്. The later become effectively collective belief operated that shared cognitive meaning and value of commitment. Value of commitment ആണ് ഇതിലുള്ളത്. റീസെന്റ് കോൺഫ്ലിക്റ്റ് തിയറീസിൽ നിലവിലുള്ളത്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് വൺ അതിനെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മള് പെർസ്പെക്റ്റീവ് സോഷ്യോളജി ആണ് എടുത്തത്. പെർസ്പെക്റ്റീവ് സോഷ്യോളജിയിലെ ലാസ്റ്റ് പാർട്ടാണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് തിയറീസ് ആണ്. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവില് എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു സൊസൈറ്റി ഇവല്യൂഷൻ വരുത്തേണ്ടത് എന്നുള്ള തിയറീസ് ആണ്. തിങ്കേഴ്സിനെയും ഫൗണ്ടേഴ്സിനെയും ആണ് നമ്മൾ ഇതിൽ നോക്കിയത് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സില് നോക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു സൊസൈറ്റി എന്ത് ചെയ്യണം? ഒരു സൊസൈറ്റി എവല്യൂഷൻ വരുത്തണമെങ്കിൽ എങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നുള്ളതാണ് തിയറിയാണ് ഏതിലുണ്ടായിരുന്നത്, നമ്മളെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സിൽ എന്നുള്ളത്. അത് ഫസ്റ്റ് നമ്മള് 4 യൂണിറ്റ് ആണ് അതിലുണ്ടായിരുന്നത് സോഷ്യൽ പെർസ്പെക്റ്റീവ്സിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എവല്യൂഷണറി പെർസ്പെക്റ്റീവ്സ് ആയിരുന്നു. സൊസൈറ്റി എങ്ങനെയായിരിക്കണം, സൊസൈറ്റിയിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് എവല്യൂഷൻ ഓഫ് പെർസ്പെക്റ്റീവ്സിൽ പറഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫങ്ഷണലിസ്റ്റ് ആയിരുന്നു. ഫങ്ഷണലിസത്തില് ഒരു ഫങ്ഷനേറ്റ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് എങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് ഇവല്യൂഷൻ ചെയ്തു. മൂന്നാമത്തേത് എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം ആയിരുന്നു. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി സ്ട്രക്ചേർഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ ഇതിൽ നോക്കിയത്, സ്ട്രക്ചറലിസത്തിൽ നോക്കിയത്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഏത്? കോൺഫ്ലിക്റ്റീവ് പെർസ്പെക്റ്റീവ്സ്. കോൺഫ്ലിക്റ്റീവ് പെർസ്പെക്റ്റീവ്സിൽ നമ്മള് തിയറി വൈസ് ആയിട്ട് സൊസൈറ്റി എങ്ങനെയായിരിക്കണം, സൊസൈറ്റിയിൽ എങ്ങനെയുള്ള ഇവല്യൂഷൻ ഏതൊക്കെ രീതിയിലായിരിക്കണം കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് തിയറി ഫൗണ്ടേഴ്സിന്റെയും തിങ്കേഴ്സിന്റെ തിയറീസ് വെച്ച് നമ്മൾ നോക്കി. അപ്പൊ എന്തിനു മാറ്റം വരണമെങ്കിൽ സൊസൈറ്റിയിൽ എന്ത് കൊണ്ടുവരണം, ഇവല്യൂഷൻ കൊണ്ടുവരണം, അത് ഏതൊക്കെ തരത്തിൽ എന്നുള്ളതും കൂടിയാണ് നമ്മളെ ഇതിലെടുത്തത് കോൺഫ്ലിക്റ്റീവ് പെർസ്പെക്റ്റീവ്സിൽ നോക്കിയത്. ഓക്കെ.